കേരള കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു പാല, അല്ലെ? കെ എം മാണി എന്ന അതികായൻ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന മണ്ഡലമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, പാലായുടെ വീരപുത്രൻ കെ എം മാണി എന്നൊക്കെ. കൈവിട്ടു പോയ പാലാ മണ്ഡലം പിടിക്കാൻ കച്ചകെട്ടുകയാണ് ജോസ് കെ മാണി. കഴിഞ്ഞ 2 ജയങ്ങൾ നൽകിയ ആത്മവിശ്വാസം മാണി സി കാപ്പനുമുണ്ട്. സ്ഥാനാർത്ഥികളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നത് നമുക്ക് നോക്കാം. വളരെ കൗതുകമുള്ള ഒരു ലിസ്റ്റാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സാക്ഷാൽ ജോസ് കെ മാണി, സാക്ഷാൽ കെ എം മാണിയുടെ പുത്രൻ. ഞാൻ കണ്ടപ്പള്ളിക്കാരി ആയതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉപയോഗിച്ച ആ പ്രയോഗം എന്ന് പറയുന്നത് നിരന്തരം കെ മാണിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ്, ഈ സാക്ഷാൽ എന്നുള്ളത്. ശരി, ജോസ് കെ മാണി കഴിഞ്ഞ തവണ LDF വേണ്ടി മത്സരിക്കുന്നു, മാണി സി കാപ്പൻ UDF വേണ്ടി മത്സരിക്കുന്നു, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഇത്തവണത്തെ NDA സ്ഥാനാർത്ഥി. ഇവർ 3 പേരുമാണ് ഏറ്റുമുട്ടുന്നത്. ജോസ് കെ മാണി, മാണി സി കാപ്പൻ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരാണ് പാലാ മണ്ഡലത്തിൽ ഇത്തവണ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത് ലെബി സജീന്ദ്രനാണ്. ലെബി, പാലായിലേക്ക് ഉറ്റുനോക്കി തന്നെ ഇരിക്കണം. പാലാ പിടിക്കുവാൻ ജോസ് കെ മാണിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർവ്വ പിന്തുണയുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 2 വിജയങ്ങളുടെ ആത്മവിശ്വാസമുണ്ട് മാണി സി കാപ്പന്. ഷോൺ ജോർജാണ് അവിടെ NDA പടക്കുതിര. വലിയ തോതിലുള്ള പോരാട്ടം ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. മധു, 1965 മുതൽ 13 തവണകളായി 2016 വരെ കെ എം മാണി പടയോട്ടം നടത്തിയ മണ്ഡലമാണ്. പക്ഷേ കെ എം മാണി ജീവിച്ചിരുന്നപ്പോൾ കാണിച്ച ആ വൈകാരികത കേരള കോൺഗ്രസ് എമ്മിനോട് പിന്നീട് കാണിച്ചില്ല എന്നുള്ളത് നമ്മൾ സമീപകാലത്തെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഏതായാലും മധു സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവിടെ മത്സരത്തിന്റെ ആവേശം വന്നിട്ടുണ്ട്. ജോസ് കെ മാണി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയ NCKയുടെ UDF നിന്നുള്ള മാണി സി കാപ്പൻ നിൽക്കുന്നു. മാണി സി കാപ്പന് മധു ഓർക്കണം, കഴിഞ്ഞ തവണ ഇടത് തരംഗം വന്നിട്ടും 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് BJPക്ക് വേണ്ടി മത്സരിച്ചത് പ്രമീള ദേവിയായിരുന്നു. 10,800ഓളം വോട്ടുകൾ മാത്രമേ അന്ന് പിടിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ അതിന്റെ തൊട്ട് തലേ തവണത്തെ 2016 കണക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 24,000ലേക്ക് BJP പോയിട്ടുമുണ്ട് എൻഖരി മത്സരിച്ചപ്പോൾ. എന്തായാലും കഴിഞ്ഞ തവണ പരിശോധിക്കുമ്പോൾ BJP വോട്ടുകൾ 10,800 മാത്രമാണുള്ളത്. എന്നാൽ ഷോൺ ജോൺ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ചിത്രം മാറാനുള്ള സാഹചര്യമായി വിലയിരുത്തപ്പെടുന്നത്. ഷോൺ ജോർജ് വരുന്നതോടെ ക്രിസ്ത്യൻ വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ BJP ക്യാമ്പ് കരുതുന്നുണ്ട്. BJP കടുത്ത മത്സരമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വരെ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെയാണ് BJP ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഏതായാലും ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ഗുണമാകും, ആർക്ക് പ്രതികൂലമാകും എന്നൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും ജോസ് കെ മാണി ഇത്തരത്തിൽ മുന്നേറ്റം നടത്തുമെന്ന് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വലിയ ആവേശത്തോടുകൂടി പ്രസംഗിച്ചത്. എന്നാൽ മാണി സി കാപ്പനാകട്ടെ, ഇത്രയും വലിയ മുന്നേറ്റം നടത്തിയ മാണി സി കാപ്പൻ വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പോകുന്ന കാഴ്ചയും ഇവിടെ ഉണ്ട്. മാധു, ശരി, ലെബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാലയെ സംബന്ധിച്ചിടത്തോളം വേറൊരു വലിയ കൗതുകമുണ്ട് പ്രേക്ഷകർ. എന്താണെന്നറിയാമോ? സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പോരാട്ടത്തിന്റെ ഒരു അരങ്ങാണ് പാല എന്ന് പറയുന്നത്. എത്ര സ്ഥാനാർത്ഥികളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കെ എം മാണിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് ഇത്രയധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ തവണ മാണി സി കാപ്പനും ഒക്കെ അവിടെ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ സ്വതന്ത്ര 10-12 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പാലായിൽ. നമുക്കിനി പാലായിലെ കണക്കുകൾ കൂടി ഒന്ന് നോക്കാം. നമ്മുടെ മുന്നിലേക്ക് 2021 കണക്കുകളാണ് ആദ്യം വരുന്നത്. 2021 ഓരോ മുന്നണിയും എത്ര വോട്ടുകൾ സ്വന്തമാക്കി എന്നത് നോക്കാം. UDF 69,804 വോട്ടുകളാണ് കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ UDF വേണ്ടി അവിടെ നിന്ന് സമാഹരിച്ചത്. LDF വോട്ടുകൾ നോക്കൂ, 54,426 വോട്ടുകളാണ് ജോസ് കെ മാണിക്ക് ആകെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. NDA വോട്ട് 10,869 പാലായിൽ 10,000 വോട്ടുകളാണ് NDAക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പാലായിലെ BJPയുടെ ശേഷി എന്താണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കണക്ക് ഇങ്ങനെയാണ്: 69,000 UDF, LDF 54,000, NDAക്ക് 10,000. ഇതായിരുന്നു വോട്ടിന്റെ ഒരു എണ്ണം എന്ന് പറയുന്നത്. ഭൂരിപക്ഷം നോക്കൂ, 15,000 വോട്ടിനാണ് മാണി സി കാപ്പൻ കൊമ്പ് കുത്തിച്ചത് ജോസ് കെ മാണിയെ. 15,378 വോട്ടുകൾക്ക്. ഇത് 2021 ചിത്രമാണ്. ഇനി നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാലായിൽ സംഭവിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് എന്ന്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 53,308 വോട്ടുകളാണ് UDF സ്വന്തമാക്കാൻ കഴിഞ്ഞതെങ്കിൽ LDF സ്വന്തമാക്കാൻ കഴിഞ്ഞത് 54,831 വോട്ടുകളാണ്. മുന്നിലാണ് NDAക്ക് 20,123. നോക്കൂ, ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ NDAക്കും അവിടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. LDF ലീഡ് 1,523. ഈ കണക്കുകളാണ് നേരിയതെങ്കിലും ഒരു ആശ്വാസം LDF ജോസ് കെ മാണിക്കൊക്കെ അവിടെ നൽകുന്നത്. ആ വോട്ട് പാറ്റേൺ ഈ നിയമസഭയിൽ തുടരുമോ എന്നുള്ളതാണ് ഏറെ കൗതുകമായ കാര്യവും. നമ്മൾ ഈ കണക്കുകളൊക്കെ നോക്കിയിരിക്കുകയാണ്.